നാട്ടുവണ്ടി ഓടിയെത്തി നിൽക്കുന്നത് മുക്കാളിയിലെ കുമാരേട്ടന്റെയും രജീഷിന്റെയും വീട്ടിലാണ്. ഇന്ന് ഈ വീട്ടിലേക്ക് ഞാൻ എത്തുമ്പോൾ മനോഹരമായൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ പശുത്തൊഴുത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സംരംഭക വർഷം എന്ന് പറയുന്ന ഒരാശയമുണ്ടല്ലോ, ആ ആശയം നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങൾ, തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അസാധ്യമായൊരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്, അസാധാരണമായൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ വിജയം കൊയ്ത ഒരു കർഷകനാണ്, ഒരു ക്ഷീര കർഷകനാണ് കുമാരേട്ടനും, ഒപ്പം തന്നെ രജീഷും രജീഷിൻ്റെ അമ്മയും ഒക്കെ. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം, പരിചയപ്പെടാം. ഒപ്പം തന്നെ വടകര ബ്ലോക്ക് പഞ്ചായത്താണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പശു കർഷകരുടെ അടുത്ത് വരുമ്പോഴേ പാല് വിൽക്കുന്ന കാണാം, മോര് വിൽക്കുന്ന കാണാം, അതൊക്കെ നെയ്യൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് ചാണകപ്പൊടി ഉണക്കി വിൽക്കുന്ന ഒരു സംവിധാനം, ഒരു സംരംഭം, അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു വിജയം എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് മുന്നേ എല്ലാം ഇത് കെട്ടിക്കിടക്കലാണ്, അതുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു വന്നു. അപ്പം ഇങ്ങനെ ഒരു അഭിപ്രായം വന്നതിന് ശേഷം ഇത് നടത്തിയതാണ്. ആണല്ലേ? അങ്ങനെയാണ് വിജയിച്ചത്. ഇപ്പം നമുക്കൊരു സ്മെല്ലോ ഒന്നുമില്ല, ഒരു സ്മെൽ, ഒരു ഇതുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പകുതി പണിയും കുറവ്. ഇത് വന്നതിന് ശേഷം പണി കുറവാണ്, കാരണം നമ്മുടെ അധ്വാനം കുറച്ച് കുറഞ്ഞു, പകുതി അധ്വാനം കുറഞ്ഞു. അതാണ് വലിയ ലാഭം. നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ബ്ലോക്കിലൊക്കെ നമുക്ക് നല്ല സഹായമായിരുന്നു. ഒരു പറയേണ്ട താമസമാണ്, എല്ലാ സൗകര്യം ചെയ്തു തന്നു. പെട്ടെന്ന് ഒലിക്ക് കഴിയുന്ന എല്ലാ സൗകര്യം ചെയ്തു തന്നു. അത് വേഗം ചെയ്തു തന്നു, ഒന്നും വന്നില്ല. പണ്ടൊക്കെ ഓർക്കുണ്ടോ ചാണകമൊക്കെ വാരി കോരി കളയാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ല. ആൾക്കാർ വന്നാൽ കോരി കൊടുക്കാൻ ഇടങ്ങാറ്, പെണ്ണുങ്ങളും ഇല്ല ഇപ്പൊ. അതുകൊണ്ട് ഇപ്പം സുഖമായിട്ട് ചാക്കിൽ പാക്കാക്കിയിട്ട് പോകുന്നുണ്ട്. ആളുകളൊക്കെ വന്ന് വാങ്ങിട്ട് പോകും. ഓ, കുഴപ്പമില്ല. നല്ല ഒന്നാം തരം ചാണകപ്പൊടിയാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതായത് ചാണകം പോലും ഒരു വരുമാന മാർഗമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടെടുക്കാം, ഒരർപ്പം വേണ്ട കേട്ടോ. നല്ല ഉണക്കി പൊടിച്ച് കയ്യിലോട്ട് തന്നിരിക്കുകയാണ്, നല്ല വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഏതായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഇവിടുന്ന് ആൾക്കാർ വാങ്ങിട്ട് പോകുന്നുണ്ടല്ലേ? എങ്ങനെ കൊടുക്കുന്നത്? ചാക്കിനകത്ത് പാക്കിനാക്കി 2 കിലോ പാക്കറ്റ് ആക്കുന്നുണ്ട്, പിന്നെ 30 കിലോ ചാക്കിൽ ആക്കി കൊടുക്കും. ആൾക്കാർ ആവശ്യപ്പെടുന്ന പോലെ കൊടുക്കണം. അങ്ങനെ ആവശ്യക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരു സ്മെല്ലോ ഒന്നുമില്ലല്ലോ? ഒരു കാര്യമില്ല, നിങ്ങൾക്ക് നോക്കാമല്ലോ. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ കയ്യിലെടുത്ത് നോക്കിയതാ, ഒന്നുമില്ല. നല്ല ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുന്നല്ലേ, ഒരു കുഴപ്പമില്ല. എക്സ്പോർട്ടിംഗ് സാധനം, എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്കൊരു ചെറിയ വരുമാനമാണ്, പിന്നെ നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി കിടക്കാം. നിങ്ങൾക്ക് ഇപ്പം 10 പശുവിനെ പറ്റുന്ന സ്ഥലമാണ്, ഒരു സ്മെല്ലും ഒന്നുമില്ല, കാര്യമില്ല. വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിലാണ് ഇത് സ്ഥാപിച്ചത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? നല്ല ഇതായിരുന്നു. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ 100% അവർ ചെയ്തുകൊണ്ട്, എല്ലാ സംഭവങ്ങളും ചെയ്തുകൊണ്ട്, സഹായങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ട്, എല്ലാം പേപ്പർ കാര്യങ്ങളെല്ലാം നീക്കി തന്നു, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു. സാമ്പത്തികമായ സഹായങ്ങൾ, സാമ്പത്തികം വെച്ചാൽ 50% സബ്സിഡിയാണ്. ബാക്കി ചെറിയ പൈസ അടിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇനി ഈ മെഷീൻ, അതായത് ഈ ചാണകക്കുഴിയിൽ നിന്ന് ഇത് നേരെ മെഷീനിലേക്ക് വരും. മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഇവിടെ വരും. വേറെ അധ്വാനം ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മെഷീൻ രാവിലെ നമ്മൾ ചാണകം എടുത്തുന്ന സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞിട്ട് ഇവിടെ വന്നു വരും അല്ലേ? അപ്പോൾ ഈ സംരംഭക വർഷം എന്ന് പറയുന്ന ഒരു ആശയം സംസ്ഥാനത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് വസ്തുവിൽ നിന്നും നമുക്ക് ആദായകരമായ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാം, ഒരു ജീവിതമാർഗം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് ഈ യുവ ക്ഷീര കർഷകൻ. ഏതായാലും ഈ മാറ്റങ്ങൾ തുടരട്ടെ. നമുക്ക് ഈ കാഴ്ചകൾ ഇനിയും ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഇനിയും കാണണം. അപ്പോൾ നാട്ടുവണ്ടി ഈ പശുത്തൊഴുത്തിൽ നിന്ന്, ഈ ചാണകപ്പൊടി പ്ലാന്റിൽ നിന്ന് യാത്ര പറയുകയാണ്. നമുക്ക് വീണ്ടും കാണാം.